പ്രണാമം. നമുക്ക് കലിയുഗ വർണ്ണനയിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ സൂതൻ പറഞ്ഞു. ശ്രീനാരായണൻ്റെ യോഗമായ പ്രഭാവം മാർക്കണ്ഡേയ മഹർഷി നല്ലവണ്ണം അനുഭവിച്ചറിഞ്ഞു. അല്പം ജ്ഞാനഗർവം ഉണ്ടായിരുന്നതിനാൽ ആണല്ലോ മായാദർശനത്തിനായി പ്രഭുവിനോട് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ ആ അഹങ്കാരം തീരെ നശിച്ചു. ഇനിയും മോഹമുണ്ടാതിരിക്കാനായി തന്തിരുവടി തന്നെ മനസ്സ ശരണം പ്രാപിച്ച് പ്രാർത്ഥിച്ചു. ഹരേ പ്രഭോ, താൻ ജ്ഞാനിയാണ് എന്നഭിമാനിക്കുന്ന എന്നെപ്പോലെയുള്ളവർ യഥാർത്ഥ ജ്ഞാനം എന്തെന്ന് അറിഞ്ഞവരല്ല. നിഴലിനെ വസ്തുവാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. എനിക്ക് ദർശനം തന്ന ആ അത്ഭുത ബാല സ്വരൂപത്തിനുള്ളിൽ എത്ര കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്ന് ആർക്കറിയാം? അതിനാൽ ശരണാഗത രക്ഷകനും ഗുണസാഗരമൂർത്തിയും എൻ്റെ ഇഷ്ടദൈവവുമായ ശ്രീഹരെ, നിന്തിരുവടിയുടെ അംഗ്രിമൂലങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇപ്രകാരം വിനയാന്യുതനായി പ്രാർത്ഥിച്ചുകൊണ്ട് ബാലമുകുന്ദ രൂപത്തെ സദാ സ്മരിച്ചുകൊണ്ടും ഇരുന്നു. തൻ്റെ ഭക്തൻ തളർന്നു പോയെന്ന് കണ്ട് ഭക്തവത്സലൻ സദാശിവ സ്വരൂപത്തിൽ ദർശനം നൽകി ആശ്വസിപ്പിക്കാൻ നിശ്ചയിച്ചു. ആകാശമാർഗത്തിൽ വൃഷഭാരൂഢരായി എഴുന്നള്ളിയ ഉമാമഹേശ്വരന്മാർ സ്വസ്ഥനായി ആശ്രമത്തിൽ ഇരുന്ന മഹർഷിയെ കണ്ടു. ലോകമാതാവ് അരുളി ചെയ്തു. ഭഗവൻ കോളടങ്ങിയ സമുദ്രവും അതിലെ ജലവും മത്സ്യാദികളും നിശ്ചലമായിരിക്കുന്നത് പോലെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും നിശ്ചലമാക്കിക്കൊണ്ട് തപസ് ചെയ്യുന്ന ഈ വിപ്രനെ കണ്ടാലും സർവസിദ്ധി ദാതാവായ നിന്തിരുവടി പ്രശാന്തനായ ഈ മഹാത്മാവിന് തപസ്സിൻ്റെ പരമഫലം നൽകി അനുഗ്രഹിച്ചാലും ശ്രീ പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു. ദേവി ഭവാനി, ഈ മഹർഷി ശ്രീഹരിയുടെ ഏകാന്ത ഭക്തനാണ്. അതൊന്നുകൊണ്ട് സംതൃപ്തനും കൃതാർത്ഥനുമാണ്. ആരുടെയും ആശിസ്സുകളെയോ മോക്ഷം തന്നെയുമോ കാക്ഷിക്കാത്ത ബ്രഹ്മഋഷിയാണ്. എങ്കിലും നമുക്ക് ഈ സാധുവിനോട് സംഭാഷണം ചെയ്യാം. എന്തെന്നാൽ മനുഷ്യർക്ക് സാധുസമാഗമം തന്നെയാണ് ജീവിതത്തിൽ പരമലാഭം. ഇപ്രകാരം അരുളി ചെയ്തിട്ട് സർവവിദ്യാധീശനും സർവഭൂതാന്തർയാമിയും സദാം ഗതിയുമായ ഭഗവാൻ ദേവിയോടുകൂടി മഹർഷിയുടെ സമീപം എഴുന്നള്ളി. തന്നെയും വിശ്വത്തെയും മറന്ന് ആത്രാസമാധിയിൽ ഇരുന്ന മഹാമുനി അവരുടെ ആഗമനം അറിഞ്ഞില്ല. അപ്പോൾ ഭഗവാൻ ഗിരീശൻ മുനിയുടെ ഹൃദയഗുഹയിൽ യോഗമായ ബലത്താൽ പ്രവേശിച്ചു. പീതാംബരധാരിയും ചതുർഭുജനും സ്മിതസുന്ദരനും ശ്യാമമോഹനുമായ ഇഷ്ടദേവനെ ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്ന മഹർഷിക്ക് ആ രൂപം കാണാതെയായി. പകരം മിന്നൽ പിണർ പോലെ മഞ്ഞ നിറത്തിലുള്ള ജടകൾ, 3 നേത്രങ്ങൾ, 10 കൈകൾ, വ്യാക്ര ചർമാംബരം, കൈകളിൽ ശൂലം, കഡ്വാങ്കം, മാൻതോൽ, ജപമാല, ഢമരു, കപാലം, വാൾ, വില്ല് എന്നിവയോടുകൂടി ഉദിച്ചുയരുന്ന ചെങ്കനൽ സൂര്യൻ എന്ന പോലെ തേജോമയനായി ശ്രീ ശിവൻ ചിത്താകാശത്തിൽ വിളങ്ങുന്നത് കണ്ടു. ഇതെന്ത്? എവിടെ നിന്ന് വന്നു എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് മുനി സമാധിയിൽ നിന്ന് ഉണർന്നു നോക്കി. പുരോഭാഗത്തും ത്രൈലോക്യ ഗുരുവായ രുദ്രഭഗവാനെ ഉമാദേവിയോടുകൂടി ഗണങ്ങളോടും കൂടി കണ്ട് ആഹ്ലാദ സംഭ്രമത്തോടുകൂടി വീണ് നമസ്കരിച്ചു. ആസനം, പാദ്യം, അർക്യം, ചന്ദനം, മാല, ധൂപം, ദീപം ഇത്യാദികളെ കൊണ്ട് ഭക്തിപൂർവ്വം പൂജിച്ചിട്ട് സ്തുതിച്ചു. ഹേ വിഭോ, സച്ചിദാനന്ദ സ്വരൂപ, വിഷ്ണു സ്വരൂപ, ബ്രഹ്മസ്വരൂപ, രുദ്രസ്വരൂപ, സ്വാത്മാനന്ദത്താൽ പൂർണ്ണകാമനായ നിന്തിരുവടിയെ നമസ്കരിക്കുക എന്നല്ലാതെ വേറെ എന്തു സേവയാണ് ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്യണമേ. സംഗതിയായ ആദിദേവൻ പരിതുഷ്ടനും പ്രസന്നനുമായി അരുളി ചെയ്തു. ഹേ മുനെ, അങ്ങേപ്പോലെയുള്ള ബ്രഹ്മജ്ഞന്മാർ പ്രശാന്തരും സമദർശികളും സർവഭൂത സുഹൃത്തുക്കളും ഞങ്ങളുടെ ഏകാന്ത ഭക്തന്മാരുമായ സാധുക്കളാണ്. അതുകൊണ്ട് നിങ്ങളെ ത്രിമൂർത്തികളായ ഞങ്ങൾ പോലും പൂജിച്ച് സേവിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ 3 പേരിലും ലേശവും ഭേദബുദ്ധിയില്ല. അതുപോലെ അന്യഭാവന കൂടാതെ നിങ്ങൾ സകല ജനങ്ങളെയും സമമായി കാണുന്നു. ആ കാരണം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഭജിക്കുന്നു. നിങ്ങളുടെ മഹിമ വാചാമഗോചരമാണ്. പുണ്യതീർത്ഥങ്ങളെയും അർച്ചാവിഗ്രഹങ്ങളെയും വളരെ കാലം സേവിച്ചാൽ മാത്രമേ അന്ധകരണം ശുദ്ധമാവുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഒരു ദർശനം കൊണ്ട് മാത്രം ആ പരിശുദ്ധി കൈവരുന്നു. ഏകാഗ്രത കൊണ്ടും തപസ്സുകൊണ്ടും സ്വാധ്യായം കൊണ്ടും ഇന്ദ്രിയ സംയമനം കൊണ്ടും വേദസ്വരൂപികളായ ഞങ്ങളെ സദാ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരെ ഞങ്ങളും സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നു. നിർമ്മത്സര ബുദ്ധികൾ നിങ്ങളുടെ മഹിമയെ പ്രകീർത്തിക്കുന്നത് കേൾക്കുകയോ നിങ്ങളെ നേരിട്ട് ദർശിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം മഹാപാതകികൾ പോലും പാപ വിമുക്തരായി പരിശുദ്ധരാകുന്നു എന്നിരിക്കെ സംഭാഷണ സഹവാസികളും സാധിച്ചാൽ പരിശുദ്ധരാകുമെന്നും പറയണമോ? അങ്ങ് ഇഷ്ടവരം വരിച്ചാലും
ഇപ്രകാരം ധർമ്മരഹസ്യം പ്രകാശിപ്പിക്കുന്ന ഭഗവത് വാണി കേട്ട് മഹർഷിക്ക് തൃപ്തി വന്നില്ല. കൃഷ്ണമായ ദർശനത്താൽ തളർന്നുപോയ മുനിക്ക് വടപത്രശായിയുടെ ദർശനത്താൽ ശാന്തി ലഭിച്ചു. ഇപ്പോൾ ശിവദർശനവും ശിവവാകാമൃത സേവയും കൂടിയായപ്പോൾ പരമ നിർവൃതനായി ഭവിച്ചു. ആനന്ദബാഷ്പം പൊഴിച്ചുകൊണ്ട് പറഞ്ഞു, അഹോ ആശ്ചര്യം ആശ്ചര്യം! ജഗദീശ്വരന്മാർ കൃത്യന്മാരെ നമസ്കരിക്കുന്നു. അവരുടെ ലീലാരഹസ്യം ദേഹാഭിമാനികൾക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. അവരുടെ എല്ലാ ചേഷ്ടകളും ലോക ശിക്ഷാർത്ഥമാണ്. തങ്ങൾ അഖില ലോക ഗുരുക്കളാണെങ്കിലും ധർമ്മം സ്വയം ആചരിച്ച് കാണിച്ച് ലോകത്തെ പഠിപ്പിക്കുന്നു. അപ്രകാരം അനുഷ്ഠിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സർവേശ്വരൻ്റെ പൂജ്യതയൊരു കുറവും വരുന്നില്ല. ജഗദ്ഗുരോ, അവിടുത്തെ സുദുർഗമമായ ദർശനം തന്ന് അനുഗ്രഹിച്ചുവല്ലോ. ഇതിൽ പരം ഒരു ലാഭം എന്താണ് വേണ്ടത്? എങ്കിലും വരം വരിക്കാൻ കൽപ്പിച്ച സ്ഥിതിക്ക് ഒന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീഹരിയിലും നിന്തിരുവഴിയിലും തൃപ്പാദ ഭക്തന്മാരിലും എനിക്ക് അഭേദ ബുദ്ധിയും അചഞ്ചല ഭക്തിയും വർദ്ധിക്കുമാറാകട്ടെ. ശ്രീ മാർക്കണ്ഡേയ മഹർഷിയുടെ അത്യുന്നത നിലയെ അഭിനന്ദിച്ചുകൊണ്ട് ശ്രീ പാർവതീദേവിയുടെ അഭിപ്രായവും അറിഞ്ഞ് ഭഗവാൻ അരുളി ചെയ്തു, മഹർഷി, അധോക്ഷജന്റെ ഏകാന്ത ഭക്തനായ അങ്ങ് പ്രാർത്ഥിച്ചതെല്ലാം ഇപ്പോൾ തന്നെ അങ്ങേക്കുണ്ട്. അവ ഉത്തരോത്തരം വർദ്ധിച്ചും ശാശ്വതമായി നിലനിൽക്കട്ടെ. കൂടാതെ ജരാമരണമില്ലാത്ത നിത്യ യൗവനവും ത്രികാലജ്ഞാനവും ആത്മജ്ഞാനവും കൽപ്പകാലം വരെ പുണ്യയശസ്സും പുരാണാചാര്യ സ്ഥാനവും ഭവിക്കട്ടെ. ഇപ്രകാരം വരം കൊടുത്തിട്ട് തിരിച്ചെഴുന്നള്ളുന്ന വഴിക്ക് ഭഗവാൻ ദേവിയോട് മാർക്കണ്ഡേയൻ്റെ തപപ്രഭാവവും മായാദർശനവും പറഞ്ഞുകൊടുത്തു. ഭാഗവതോത്തമനായ ശ്രീ മാർക്കണ്ഡേയ മഹർഷി ശങ്കരനാരായണ പ്രിയഭക്തനായി ആധ്യാത്മി ലോകത്തിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.